വാട്സപ്പിൽ നമുക്ക് ഒരുപാട് ഇമോജികളുണ്ട്, ഒരുപാട് ഇമോജികൾ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്റ്റിക്കറുകളുണ്ട്. അടിപൊളി സ്റ്റിക്കറുകൾ വാട്സപ്പിൽ നമ്മളിങ്ങനെ സെൻഡ് ചെയ്യും. പോരാത്തത് നമ്മൾ സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയ പല ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്റ്റിക്കറുകൾ ഉണ്ടാക്കിയിട്ട് സെൻഡ് ചെയ്യും. എന്നാൽ ഈ ഇമോജികൾ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മളെ ഈ ഇമോജികൾ നമുക്ക് സ്റ്റിക്കറുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. അതെങ്ങനെ? ഇന്നത്തെ വീഡിയോ അതാണ്. തീർച്ചയായിട്ടും വാട്സപ്പ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കീബോർഡിന്റെ മേലെ തന്നെ നേരെ വലത് ഭാഗത്ത് ചെറിയൊരു ഇമോജി ഐക്കൺ കാണുന്നില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ഇമോജികളൊക്കെ വന്ന് ഇപ്പം ഞാൻ ഒരു ഇമോജി ഒന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ആ സെലക്ട് ചെയ്ത ഇമോജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇമോജികൾ ഇവിടെ വന്ന് ഇതിലൊന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്റ്റിക്കറായിട്ടാണ് സെൻഡ് ചെയ്യുക, ഇമോജിയായിട്ടല്ല. അടിപൊളിയല്ലേ? ഇതെങ്ങനെ ചെയ്യുക? ഇത് നമ്മളെ കീബോർഡിലുള്ളൊരു ഫീച്ചറാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗൂഗിളിൻ്റെ കീബോർഡാണെങ്കിൽ ഗൂഗിളിൻ്റെ ജീബോർഡ് എന്ന കീബോർഡിലാണ് ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത്. എങ്ങനെ ഇത് എനേബിൾ ചെയ്യേണ്ടത് നമുക്കതൊന്ന് നോക്കാം. നമുക്ക് ഈ ജീബോർഡിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന്റെ മുന്നേ നിങ്ങളെ കീബോർഡ് അപ്ഡേറ്റ് ചെയ്തെങ്കിലേ പ്ലേ സ്റ്റോർ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കീബോർഡിന്റെ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മേലെ ഇവിടെ ലാംഗ്വേജിന് താഴെയായിട്ട് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമോജി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം. അത് ഓഫിലുണ്ടാകുക, ഒന്നങ്ങ് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ കീബോർഡിന്റെ ഇവിടെ ഈ ഇമോജി ചിഹ്നം വരും. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഏത് ഇമോജിയും സ്റ്റിക്കറുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അയക്കാം. അടിപൊളി പരിപാടി അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.